ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയം നിങ്ങളുടേതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പരാജയം എന്ന വാക്ക് ഹൃദയത്തിൽ ദുഃഖവും നിരുത്സാഹവും കൊണ്ടുവരുന്നു. എന്നാൽ വിജയം എന്ന വാക്ക് നമ്മെ സന്തോഷത്താൽ നിറയ്ക്കുകയും ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമുക്ക് ഭാഗികമായ വിജയം വാഗ്ദാനം ചെയ്തിട്ടില്ല, മറിച്ച് പൂർണ്ണമായ വിജയമാണ് നൽകിയിട്ടുള്ളത്. നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം നാം ജേതാക്കളെക്കാൾ വലിയവരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, വിജയിയായ ക്രിസ്തു, ഒരിക്കലും പരാജയം അറിഞ്ഞിട്ടില്ല. അവൻ ഇസ്രായേലിന്റെ വിജയിയാണ്. അവന്റെ പേര് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ്. അവൻ സാത്താന്റെ തല തകർത്തു. അവൻ കാൽവറിയിൽ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും വിജയിച്ചു. അവന്റെ മുഴുവൻ ജീവിതവും വിജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ജയിച്ചതിന് ശേഷം അവൻ പിതാവിന്റെ സിംഹാസനം അവകാശമാക്കി എന്ന് വെളിപ്പാട് പുസ്തകം 3:21 കാണപ്പെടുന്നു. ഗ്രാമങ്ങളിലെ കബഡി ആയാലും, നഗരങ്ങളിലെ ഫുട്ബോൾ ആയാലും, ദേശീയ തലത്തിൽ ക്രിക്കറ്റ് ആയാലും എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വിജയം പ്രതീക്ഷിച്ച് ആളുകൾ ആകാംക്ഷയോടെ ഒത്തുകൂടുന്നു. സ്വർഗത്തിലും ഇതേ തരത്തിലുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്നു. ലോകവും ജഡവും പിശാചും നമുക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ വിജയികളായി നിലകൊള്ളുന്നുണ്ടോ, അതോ നമ്മൾ പ്രലോഭനങ്ങളിലും നിരാശയിലും വീഴുന്നുണ്ടോ? അവൻ ജയിച്ചതുപോലെ നമ്മളും ജയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെയും ജയിക്കാൻ കർത്താവ് ആവർത്തിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ജയിക്കുന്നവൻ എന്ന വാചകം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒടുവിൽ അവൻ വാഗ്ദാനം ചെയ്യുന്നു, ജയിക്കുന്നവൻ എല്ലാം അവകാശമാക്കും. ഞാൻ അവന്റെ ദൈവമായിരിക്കും, അവൻ എൻ്റെ മകനായിരിക്കും. ഇത് വെളിപ്പാട് 21:7 കാണപ്പെടുന്നു. ജയിച്ചവരാൽ സ്വർഗം നിറഞ്ഞിരിക്കുന്നു. പാപത്തിലും പ്രലോഭനത്തിലും പരാജയപ്പെട്ട ആർക്കും അത് അവകാശമാക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങൾ മുൻകാലങ്ങളിൽ പരാജയങ്ങൾ നേരിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ നാമത്തിൽ വീണ്ടും എഴുന്നേൽക്കുക. കുഞ്ഞാടിന്റെ രക്തത്താലും നിങ്ങളുടെ സാക്ഷ്യവചനത്താലും സാത്താനെ ജയിക്കുക. സമർപ്പണ ജീവിതം, ആത്മീയ തീരുമാനങ്ങൾ, തീക്ഷ്ണമായ പ്രാർത്ഥന എന്നിവ തീർച്ചയായും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 Corinthians 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 10, 11, 12 വൈകുന്നേരം യോഹന്നാൻ 1:29 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.